ഇന്നലെ കായംകുളത്ത് നടന്നത് ശോഭാ സുരേന്ദ്രൻ്റെ ഒരു വലിയ തോതിലുള്ള സർജിക്കൽ സ്ട്രൈക്ക് തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം 250ഓളം പേരാണ് ഈ പറയുന്ന LDF UDF വിട്ടുകൊണ്ട് BJPയിൽ ഒറ്റയടിക്ക് കായംകുളത്ത് ചേർന്നിരിക്കുന്നത് എന്നത് UDFനെയും LDFനെയും സംബന്ധിച്ചിടത്തോളം ഞെട്ടിപ്പിക്കുന്ന കാര്യവും തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. 218ഓളം പേരാണ് LDF വിട്ടുകൊണ്ട് BJPയിലേക്ക് ചേർന്നിരിക്കുന്നത്. 218ഓളം പേരാണ് കായംകുളത്ത് LDF വിട്ടുകൊണ്ട് BJPയിൽ ചേർന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 30 പേരടുപ്പിച്ച് കോൺഗ്രസ് വിട്ടുകൊണ്ട് BJPയിൽ ചേർന്നിരിക്കുന്നു എന്നത് UDFനെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അതായത് UDF LDF വിട്ടുകൊണ്ട് 250 പേരടുപ്പിച്ച് BJPയിൽ ഒറ്റ ദിവസം കൊണ്ട് ചേർന്നിരിക്കുന്നു എന്ന കാര്യം ശരിക്കും പറഞ്ഞാൽ അവിടെയാണ് BJPയുടെ തന്ത്രം മനസ്സിലാക്കേണ്ടത്. LDFന്റെ കോട്ട തകർത്തുകൊണ്ട് തന്നെയാണ് BJPയുടെ ഒരു വലിയ തോതിലുള്ള ഈ ഒരു അട്ടിമറി നീക്കമെന്ന് പറയുന്നത് കായംകുളത്ത് നടന്നിരിക്കുന്നത്. എല്ലാ അർത്ഥത്തിലും ഒറ്റ കാരണമെന്ന് പറയുന്നത് ശോഭാ സുരേന്ദ്രൻ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. ആലപ്പുഴ പോലുള്ള ഒരു സ്ഥലത്ത് പോയി മത്സരിച്ചുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴ ജില്ലയെ മാറ്റിയെടുത്ത ഒരു രീതി അത് തീർച്ചയായിട്ടും കണ്ടുപഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം വമ്പൻ മാറ്റങ്ങൾ തന്നെയാണ് അവിടെ BJPക്ക് അനുകൂല ഘടകമാക്കിക്കൊണ്ട് ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ മാറ്റിമറിച്ചിരിക്കുന്നത്. ഈ ഒരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷവും ആലപ്പുഴ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ വളരെ വലിയ തോതിലുള്ള നീക്കം തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ നടത്തിയതെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ വോട്ടുകൾ കിട്ടിയ സ്ഥലങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് തന്നെയായിരുന്നു ശോഭാ സുരേന്ദ്രൻ്റെ ആ ഒരു വലിയ നീക്കമെന്ന് പറയുന്നത്. അതിൽ ഉൾപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ് കായംകുളം എന്ന് പറയുന്നത്. കായംകുളത്ത് ഇടതുപക്ഷ കോട്ട എന്ന് പറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്ന കായംകുളത്ത് ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം 3-ാം സ്ഥാനത്തേക്കാണ് പോയത്. ഇടതുപക്ഷത്തെ 3-ാം സ്ഥാനത്തേക്ക് തള്ളി മാറ്റിക്കൊണ്ടും BJP ശോഭാ സുരേന്ദ്രൻ അവിടെ 2-ാം സ്ഥാനത്തേക്ക് എത്തുകയാണ് ഉണ്ടായത്. അവിടെ 1-ാം സ്ഥാനത്ത് നിന്ന വേണുഗോപാലിന് വളരെ വലിയ വോട്ട് വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. ചുരുങ്ങിയ വോട്ടുകളുടെ വ്യത്യാസത്തിൽ മാത്രമാണ് 1-ാം സ്ഥാനത്ത് വേണുഗോപാൽ അവിടെ എത്തിയത്. അതായത് 1500-ൽ താഴെ വോട്ടുകൾക്കാണ് അവിടെ വേണുഗോപാലിന് 1-ാം സ്ഥാനം കിട്ടിയത്. തൊട്ടു പിന്നിൽ ശോഭാ സുരേന്ദ്രന്റെ ഒരു കുതിപ്പ് തന്നെയായിരുന്നു കായംകുളം മണ്ഡലത്തിൽ പാർലമെന്റ് ഇലക്ഷനിൽ സംഭവിച്ചത്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അവിടെ ഒരു വിജയം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കായംകുളത്ത് വളരെ വലിയ തോതിലുള്ള നീക്കം ഇപ്പോൾ BJPയുടെ ഭാഗത്തു നിന്നും ശോഭാ സുരേന്ദ്രൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ഇപ്പോൾ 250ഓളം പേര് ഈ പറയുന്ന പാർട്ടികൾ വിട്ടുകൊണ്ട് BJPയിൽ എത്തിയത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം LDF വിട്ടുകൊണ്ട് ഈ ഒരു വലിയ തോതിലുള്ള കൊഴിഞ്ഞുപോക്ക് 218ഓളം പേര് ഒറ്റയടിക്ക് ഇടതുപക്ഷം വിട്ടുകൊണ്ട് BJPയിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിപ്പിക്കുന്ന കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ BJPയിൽ ചേർന്നിരിക്കുന്നു. നിരവധി ബ്രാഞ്ച് സെക്രട്ടറിമാർ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, അങ്ങനെ തുടങ്ങി പലരുമാണ് BJPയിൽ ഇന്നലെ ചേർന്നിരിക്കുന്നത് തന്നെ. വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് അതോടൊപ്പം തന്നെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് വളരെ തന്ത്രപരമായ നീക്കം തന്നെയാണ് അവിടെ BJP ഇപ്പോൾ നടത്തി വരുന്നത് എന്ന കാര്യം ഇതിലൂടെ ഉറപ്പിക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു പോക്കാണെങ്കിൽ ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ കായംകുളം ലക്ഷ്യമാക്കി തന്നെയാണ് അവിടെ മത്സരിക്കാനായിട്ട് നിൽക്കുന്നത്. അവിടെ BJP വിജയിക്കുന്ന തലത്തിലോട്ട് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങളുടെ ഒരു പോക്കെന്ന് പറയുന്നത്. അതായത് കായംകുളത്ത് നിന്ന് MLA ആകാനായിട്ടുള്ള എല്ലാവിധ വിജയ സാധ്യതയും തന്നെയാണ് ഇപ്പോൾ കായംകുളത്ത് നിലനിൽക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് വളരെ വലിയ തോതിൽ തന്നെയാണ് ഇപ്പോൾ ആ വിജയ സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് ശോഭാ സുരേന്ദ്രൻ കരിക്കൾ നീക്കിയിരിക്കുന്നത്. അത് കൊള്ളേണ്ടടുത്ത് കൊണ്ടിട്ടുമുണ്ട്. അതോടൊപ്പം തന്നെ വളരെ വലിയ തോതിലുള്ള കൊഴിഞ്ഞുപോക്കും ഇടതുപക്ഷത്തു നിന്നും വലതുപക്ഷത്തു നിന്നും സംഭവിക്കുകയും ചെയ്തു കായംകുളത്ത്. ഇത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ തിരിച്ചടി തന്നെയാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും ഇടതുപക്ഷത്തിന്റെ മണ്ഡലമായിട്ടുള്ള കായംകുളത്ത് ഈ ഒരു സംഭവം സംഭവിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഒരു വളരെ വലിയ തോതിലുള്ള അപായ മുന്നണിയാണ് ഇടതുപക്ഷത്തിന് ഇതെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതായത് ഒരു കനത്ത തോൽവി ഇടതുപക്ഷത്തിന് അവിടെ കാത്തിരിക്കുന്നുണ്ട് എന്നതിൻ്റെ സൂചന തന്നെയാണ് ഇപ്പോഴുള്ള ഈ വലിയ തോതിലുള്ള കൊഴിഞ്ഞുപോക്ക് കായംകുളത്ത് സംഭവിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല പാർലമെന്റ്
കണക്ക് നോക്കുമ്പോഴത്തേക്കായാലും 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട ഒരു പാർട്ടിയാണ് അവിടെ LDF എന്ന് പറയുന്നത്. അവരുടെ മണ്ഡലം കൂടിയാണ് എന്നത് യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവിടെ LDF 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത് തന്നെ. അവിടെ ശോഭാ സുരേന്ദ്രൻ ലീഡ് ചെയ്യുകയും ചെയ്തത്. അപ്പോൾ ഇതെല്ലാം വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് വളരെ വലിയ തോതിലുള്ള പടപ്പുറപ്പാടിൽ തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ. കായംകുളത്ത് നിന്ന് തന്നെ അതിന് വളരെ വലിയ തോതിലുള്ള ഒരു നീക്കം തന്നെയാണ് നടത്തിയിരിക്കുന്നത്. അത് വിജയസാധ്യത നിലനിൽക്കുന്ന ഒരു സ്ഥലമായിട്ടുള്ള കായംകുളത്ത് നിന്ന് തന്നെ എന്നുള്ളത് വളരെയേറെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഉറപ്പിക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്, കായംകുളത്ത് നിന്നുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടാനായിട്ടുള്ള എല്ലാ സാധ്യതയും തന്നെയാണ് നിലനിൽക്കുന്നത്. അതിന് ഏറെ വളക്കൂറുള്ള ഒരു മണ്ണായിട്ട് ഇപ്പോൾ കായംകുളം BJPക്ക് അനുകൂല ഘടകമായി മാറിയിരിക്കുന്നു എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം തന്നെയാണ്.